അപ്പൊ നൃത്തത്തിനോട് അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് നൃത്തം നിർത്താനേ പറ്റാത്ത ഒരു മോഹമായിരുന്നു. അന്ന് വള്ളത്തോളൊക്കെ ഉള്ള കാലമാണ്. അങ്ങനെയൊക്കെ. അപ്പൊ നൃത്തത്തിലൂടെയാണ്. അപ്പൊ നൃത്തം എന്തൊക്കെയാ നൃത്തം ഭരതനാട്യമാണോ അല്ല, പഠിച്ചത്? ആദ്യം ഞാൻ മോഹിനിയാട്ടം മാസ്റ്റർ, ആദ്യം ചിന്നമ്മ ടീച്ചറുടെ അടുത്താണ് ദക്ഷിണ കൊടുത്തത് ആയിരുന്നത്. അപ്പോൾ പിന്നീടാണ് മാസ്റ്റർ, ഞങ്ങൾ വൈകുന്നേരം തരുന്നത്, രാവിലെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ രാജരത്നം പിള്ള എന്ന് പറയുന്നത് പ്രശസ്തനായ ഒരു നർത്തകനായിരുന്നു അദ്ദേഹം. അധ്യാപകൻ, സിനിമാക്കാർക്കും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ ഫണ്ടമെൻ്റലായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ പഠിപ്പും കൊണ്ടൊന്നും കാര്യമില്ല, എനിക്ക് അന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ഉണ്ടല്ലോ ഈ സ്റ്റുഡൻസിന് കലാമണ്ഡലത്തിൻ്റെ. അപ്പോൾ എനിക്കത് കിട്ടുകയില്ല എന്നൊരു ചെറിയ ഇത് കേട്ടപ്പോൾ, എന്നാൽ ഇനി കൊണ്ടുപോയി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാസ്റ്റർ പറഞ്ഞു, അവൾക്ക് നല്ല കഴിവുള്ള കുട്ടിയാണ്, അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഞാൻ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ഭരതനാട്യം പഠിച്ചത്.